പന്തളത്തുനിന്ന് കൊടുത്തു വിടുന്ന തിരുവാഭരണത്തിൽ ഭഗവാന്റെ മുഖമുണ്ട്. ആ മുഖത്തിൽ ഭഗവാന്റെ തിടമ്പിൽ കൊമ്പം മീശയുണ്ട്. ശബരിമലയിലെ ആരാധനാമൂർത്തിയായിരുന്ന ശാസ്താവിന് പൂജ ചെയ്യുന്ന ആളുടെ മകൻ ജയേന്ദ്രൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ബ്രാഹ്മണ സങ്കല്പമാണ് ആദ്യം ചിന്തിച്ചത്. അല്ലല്ലോ, പന്തള രാജാവിന് ആറ്റുതീരത്തുനിന്ന് കളഞ്ഞു കിട്ടുന്നതാണ് എല്ലാവരുടെയും വിശ്വാസം. സ്വാമി അയ്യപ്പൻ സിനിമ മാളികപ്പുറത്തമ്മയെ കാമുകയാക്കിയ പോലെ കുറേ തെറ്റിദ്ധാരണകൾ ആ സിനിമ ജനങ്ങൾക്കിടയിലേക്ക്. ഈ എരുമയെ കൊന്ന് അതിനെ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിനെ കമ്പിയിൽ കോർത്ത് അതിൻ്റെ ചോരയൊക്കെ എടുത്ത് മേത്ത് പുരട്ടി. ഈ പുലിപ്പാണി സിദ്ധൻ സഞ്ചരിച്ചിരുന്നത് പോലും പുലിപ്പുറത്താണ് പറയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഒരാൾക്ക് ഒരു പുലിയെ മെരുക്കാൻ പാടുള്ള കാര്യമാണ്. ദ്വാരപാലകരുടെ വിഷയം വന്നപ്പോഴും 2 തട്ടിലായിരുന്നു അത്ര കൊട്ടാരം. ഈ ഭഗവാന്റെ തിടമ്പ് മണിമണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും ഈ തലപ്പാറമലയുടെയും ഉടുമ്പാറമലയുടെയും ചിഹ്നങ്ങളായ 2 കൊടികൾ ഭഗവാൻ അപ്പുറവും ഇപ്പുറവുമുണ്ട്. ഒരുപാട് ആചാരങ്ങളെ, സത്യസന്ധമായ ആചാരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ മാത്രമാണ് ആ ഭാവനയിലൂടെ. മലയാര വിഭാഗത്തിൽപ്പെട്ട ജയന്തന് പന്തളം കൊട്ടാരത്തിലെ മോഹിനി തമ്പുരാട്ടിയിൽ ഒരു ഉണ്ണി പിറക്കുന്നു. ആ ഉണ്ണിക്ക് ആര്യൻ എന്ന് പേരിടുന്നു. അപ്പം ഈ പൊന്നമ്പലമേട്ടിൽ ജയന്തനും മോഹിനിയും താമസമുണ്ടെന്ന് അറിഞ്ഞിട്ട് ഉദയനൻ ഇവിടേക്ക് എത്താനുള്ള ശ്രമം ഇവരിതറിയുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പശ്ചിമ കൈലാസം ശബരിമല ഒരുപാട് സന്യാസിവര്യന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവരെന്ത് ചെയ്യുന്നു, ഈ കുഞ്ഞിനെ ആ കൂട്ടത്തിൽ ഒരാശ്രമത്തിൽ, ഒരു സന്യാസിവര്യൻ്റെ ആശ്രമത്തിൽ ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു. കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് അമ്മയുടെ കഴുത്തിലുള്ള മാല ഊരി ആ സന്യാസിയെ ഏൽപ്പിച്ചിട്ട് ഇത് പന്തളത്തെ ഉണ്ണിയാണ് എന്ന് പറഞ്ഞ് ആ സന്യാസിയെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് ഇവർ രക്ഷപ്പെട്ടു പോവുകയാണ്. ഈ സന്യാസി വര്യൻ അത് ശബരിമലയിലെ നായാട്ടുവിളിയിൽ ഇത് പറയുന്നുണ്ട്. ആ കുട്ടിയെ കൈലാസത്തിൽ വിട്ട് ആയുധാഭ്യാസങ്ങൾ, അല്ലെ വേദങ്ങളും ജ്യോതിഷവും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം പഠിപ്പിച്ച്, എല്ലാ വേദങ്ങളും കൈലാസത്തിൽ വിട്ട് പഠിപ്പിച്ച് 16ാമത്തെ വയസ്സിലാണ് പന്തള രാജാവിന് നൽകുന്നത് എന്ന് നമ്മുടെ നായാട്ടുവിളിയിൽ പറയുന്നുണ്ട്. അപ്പം അതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ എത്ര കണ്ട ആൾക്കാർ ഉൾക്കൊള്ളുമെന്ന് പറയാൻ പറ്റില്ല. ആളുകൾ പഠിച്ചു വെച്ചിരിക്കുന്നത് ചെറുപ്പം മുതൽ പന്തള രാജാവിന് ആറ്റുതീരത്തുനിന്ന് കളഞ്ഞു കിട്ടിയെന്നുള്ളതാണ് എല്ലാവരുടെയും വിശ്വാസം. അതാണ് നമ്മളും ഈ പറയുന്ന സ്വാമി അയ്യപ്പൻ സിനിമ മാളികപ്പുറത്തമ്മയെ കാമുകയാക്കിയ പോലെ കുറേ തെറ്റിദ്ധാരണകൾ ആ സിനിമ ജനങ്ങൾക്കിടയിലേക്ക്. വിഷ്ണു ഭഗവാൻ മോഹിനിയായിട്ട് വിഷ്ണുവിനും അവിടുത്തെ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, മോഹിനി എന്ന് പറയുന്നത് ശരിക്കും ഒരു വിഷ്ണു ഭക്തയായിരുന്നു. ജയന്തൻ ശൈവനായിരുന്നു. അപ്പം അവിടെ നമ്മളൊരു അങ്ങനൊരു ഇത് പറയാം. പക്ഷെ അവരുടെ ജന്മം പോലും ഈ അവതാര പുരുഷന്, ധർമ്മശാസ്താവിൻ്റെ അവതാരമായിരുന്നു ആര്യൻ കേരളൻ. ആ അവതാര പുരുഷന് ജന്മം നൽകാൻ വേണ്ടിയായിരുന്നു. എന്നിട്ട് ഈ കൈലാസത്തിൽ എത്തണമെങ്കിൽ അപ്പം ആ ജന്മത്തിനൊരു മഹത്വം ഉണ്ടാകണമല്ലോ. ഈ സന്യാസിമാർ അദ്ദേഹത്തെ 16ാമത്തെ വയസ്സ് വരെ കൈലാസത്തിൽ വിട്ട് അഭ്യാസങ്ങൾ പഠിപ്പിച്ച് വേദങ്ങൾ പഠിപ്പിച്ചതിന് ശേഷമാണ് പന്തളം രാജാവിന്. അതിനുള്ള തെളിവാണ് ഞാൻ ഈ പറഞ്ഞ പന്തളത്തെ കുഞ്ഞാണ് എന്നുള്ളതിന് തെളിവാണ് ഈ മാല കൊടുക്കുന്നത്. മണിമാല എന്തുമാകാം. പന്തളത്ത് വരുന്നു, പന്തളത്ത് ഈ പറയുന്ന പല പ്രശ്നങ്ങളും അദ്ദേഹം തമ്പുരാനറിയാം, പെങ്ങളുടെ മകനാണെന്നറിയാം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുന്നു. അപ്പം ഓട്ടോമാറ്റിക്കലി രാജാവും കൊട്ടാരവും ഒക്കെ ആകുമ്പോൾ അംഗരാജ്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഈ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഉദയനൻ്റെ ശല്യം പന്തളത്തിനുണ്ടാകുന്നു എന്നറിയുന്നത്. അങ്ങനെ അന്നത്തെ കാട്ടുവാസികളായ ഇന്ന് ശബരിമലയിൽ മലദൈവങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴി തലപ്പാറമല, ഉടുമ്പാറമല, അവിടെയൊക്കെ ഇന്നും തമ്പുരാൻ ശരിക്കും ഈ ഭഗവാന്റെ തിടമ്പ് മണിമണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും ഈ തലപ്പാറമലയുടെയും ഉടുമ്പാറമലയുടെയും ചിഹ്നങ്ങളായ 2
കൊടികൾ ഭഗവാൻ അപ്പുറവും ഇപ്പുറവുമുണ്ട്. മലയരയന്മാരുടെയും ഊരാള ഉള്ളാട വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ, അന്നത്തെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഒരുപാട് സുഹൃത്തുക്കളെ തനിക്കൊപ്പം ചേർത്ത് ഈ ഉദയനിഗ്രഹം നടത്തുന്നു. ഉദയനെ നിഗ്രഹിക്കുന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു സമയത്ത് ഒരുപാട് യാത്രകൾ പല കഥകളിലും ഒക്കെ കേട്ടിട്ടുണ്ടാകും. ഈ അമ്പലപ്പുഴ സംഘം, ആലങ്ങാട് സംഘം, ചീരപ്പഞ്ചിറ, ഇതൊക്കെ ഈ യാത്രാവേളകളിൽ വന്നുപെട്ടതാണ്. ചീരപ്പഞ്ചിറയിൽ പോയി അദ്ദേഹം കളരി പഠിച്ചിരുന്നു. ചീരപ്പഞ്ചിറ ശരിക്കും ധർമ്മശാസ്താവിൻ്റെ ഒരു ആസ്ഥാനം തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ ആ കഥകളിലൊക്കെ വരുന്ന സ്ഥലങ്ങളും കഥകളുമൊക്കെയാണിത്. അങ്ങനെ ഇവരുടെ എല്ലാം സഹായത്തോടുകൂടി ഉദയനെ നിഗ്രഹിക്കുന്ന ഈ ഒരു കാലയളവിൽ ഇദ്ദേഹം ശരിക്കും ഇദ്ദേഹത്തിൻ്റെ അടിത്തറ തിരിച്ചറിയുന്നുണ്ട്. ഇത്രയും കാലഘട്ടം സംശയമുണ്ട്. നമ്മളിപ്പോൾ ഈ കഥകളിൽ കേട്ട മഹിഷാസുര വധം എവിടെയാ വരിക? മഹിഷാസുരൻ എന്ന് പറയുന്ന പുരാണത്തിൽ ഭഗവതി നിഗ്രഹിക്കുന്ന ഭഗവതി എന്ന് പറയുന്ന ഭദ്രകാളി നിഗ്രഹമാണ്. മഹിഷാസുരൻ്റെ സഹോദരിയാണ് മഹിഷി. അത് കഥയായിട്ട് കാണുക. അവിടെ പറയാൻ പറ്റുന്നൊരു ഞാൻ കേട്ടിട്ടുള്ളൊരു ലോജിക്കുള്ളൊരു സാധനം, മഹിഷം എന്ന് പറഞ്ഞാൽ എരുമ എന്നാണ് അർത്ഥം. അപ്പം ഈ ആൾക്കാരുടെ സഹായത്തിന് വേണ്ടി ഇദ്ദേഹം ഈ കാട്ടുവാസികളുടെ സഹായം ചോദിച്ച സമയത്ത് ഇവരൊരു എരുമയെ കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുന്ന സമയമാണ്. ആ എരുമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് ഈ പന്തളകുമാരനോട് ഇവരെ അപേക്ഷിക്കുന്നത്, അല്ല ഇവരുടെ ആഗ്രഹം പറയുന്നതനുസരിച്ച് ആ എരുമയെ വധിക്കുന്നതാണ്. അതാണ് മഹിഷി മർദ്ദനം എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. ആ എരുമയെ കൊന്ന സ്ഥലം എരുമേലി അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതിനകത്ത് വേറൊരു സത്യസന്ധമായ ഒരു സാധനം, ഈ എരുമയെ കൊന്ന് അതിനെ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിനെ കമ്പിയിൽ കോർത്ത് അതിൻ്റെ ചോരയൊക്കെ എടുത്ത് മേത്ത് പുരട്ടി അതിൽ ഈച്ച മറ്റു പ്രാണികൾ വന്നിരിക്കാതിരിക്കാൻ കമ്പൊടിച്ച് അത് തട്ടിക്കളഞ്ഞ് അതുകൊണ്ട് അന്നത്തെ ഈ കുടിലുകളിലെല്ലാം ഈ ആൾക്കാർ താമസിച്ചിരുന്ന എല്ലാ കുടിലുകളിലും കൊണ്ട് അവരുടെ സന്തോഷം കാണിക്കാൻ വേണ്ടി ഇവർ കൊണ്ടു നടന്ന ഒരു രീതി. ഒരു പക്ഷേ എന്നല്ല, 99% അതാണ് പേട്ടതുള്ളൽ. അതിന് പല കഥകളും മറ്റു പലതും ഉണ്ടെങ്കിലും ചരിത്രം കൂട്ടിത്തൊട്ട് പോയാൽ ഇതാണ് ഈ മാംസകഷ്ണങ്ങൾ പ്രാണികൾ വന്നിരിക്കുന്നതിനെ തട്ടിക്കളയാൻ വേണ്ടി ഇലച്ചില്ലകൾ കൊണ്ട് ഇതിനെ തോളത്ത് കെട്ടി മേത്തെല്ലാം ചോര പരട്ടി ഓരോ കുടിലുകളിലും കൊണ്ട് കാണിച്ച് അവരുടെ സന്തോഷം അറിയിച്ച ആഘോഷമാണ് ശരിക്കും പേട്ടതുള്ളത്. അപ്പം മഹിഷിയുടെ സംശയം തീർന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ആര്യൻ കേരളൻ, ഇദ്ദേഹത്തിൻ്റെ ആര്യൻ എന്നാണ് കേരളവർമ്മ എന്ന് പന്തളത്തുനിന്ന് ചാർത്തി കൊടുത്ത പേര്. ശരിക്കും അദ്ദേഹത്തിൻ്റെ മൊത്തം പറയുന്ന ആര്യൻ കേരളവർമ്മ എന്ന്. ആര്യൻ കേരളവർമ്മന് കേരളവർമ്മൻ പന്തളത്തുനിന്ന് ചാർത്തി കൊടുത്ത പേര്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ജനനത്തെ പറ്റി അറിയുന്നു, അദ്ദേഹത്തിൻ്റെ അച്ഛനെ പറ്റി അറിയുന്നു, അമ്മയെപ്പറ്റി അറിയുന്നു, അല്ലെ ഇങ്ങനെ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനെ പറ്റി അറിയുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മളൊക്കെ ആണെങ്കിലും നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ നമ്മളുടെ പൂർവ്വജന്മത്തെ നമ്മളിപ്പം സയൻസ് പരമായിട്ട് പറയുമ്പോൾ ചിലർ പറയുന്നത് എന്താ, ബോധമനസ്സും ഉപബോധ മനസ്സും എന്ന് പറയും. അതിനകത്ത് ഈ ബോധമനസ്സ് നമ്മളുടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഉപബോധ മനസ്സെന്ന് പറയുന്നത് നമ്മളുടെ പ്രാണനാണ്. അതാണ് നമ്മൾ ഈ നമുക്ക് മുന്നേ വന്ന നമ്മളുടെ ശരീരം ഒരു വസ്ത്രം പോലെ എന്ന് മാത്രം. അങ്ങനെ പുള്ളിയുടെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ജന്മത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ അവതാര ലക്ഷ്യത്തെ പറ്റിയും ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കിടന്ന് കിട്ടുക എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ എങ്ങനെയെങ്കിലും പിന്നെ ഈ ക്ഷേത്രം പുനർനിർമ്മിക്കണമെന്ന് മാത്രമായിരുന്നു. ഒരുപക്ഷെ അവിടെ മറ്റൊരു സാധ്യത ഉണ്ടാകില്ലേ? അതായത് ഉദയനൻ ശബരിമല കൊള്ളയടിക്കുന്നു, ക്ഷേത്രം കൊള്ളയടിക്കുന്നു, പിന്നീട് അവിടുത്തെ വ്യാപാരങ്ങളൊക്കെ നിന്ന് പോയിട്ടുണ്ടാകാം. ഇവിടെ ഒരു സംശയം കൂടിയുണ്ട്. പന്തളത്തുനിന്ന് പുലിപ്പാല് തേടി പോകുന്നൊരു കഥ കൂടിയുണ്ട്. അവിടെയും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വരും. അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ, 16 വയസ്സുള്ളൊരു കുഞ്ഞിനെ, കാരണം ഇദ്ദേഹം ഇന്നും എനിക്കിപ്പം എന്നെ സംബന്ധിച്ച് അത് വളരെ ഇതിനിടയ്ക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പന്തളം കൊട്ടാരത്തോട് ഇപ്പം. കാരണം ഇപ്പം പന്തളം കൊട്ടാരത്തിൽ ശശികുമാർ വർമ്മ അദ്ദേഹം മരിച്ചു, നാരായണവർമ്മ തമ്പുരാൻ, ഈ കഥകളൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ ഒരുപാട് അവരെന്നെ ഞാൻ ചോദിക്കുമ്പോഴൊക്കെ നാരായണവർമ്മ തമ്പുരാനും ശശികുമാരവർമ്മ തമ്പുരാൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹവും അല്ലെങ്കിൽ ദീപത്തമ്പുരാട്ടിയും ഒക്കെ. പക്ഷേ ഇവിടെ ഞാൻ പറയാം, പന്തളം കൊട്ടാരം ഇന്നും എന്തിന് ഈ പറയുന്ന ദ്വാരപാലകരിലാണല്ലോ തുടങ്ങി. ദ്വാരപാലകരുടെ വിഷയം വന്നപ്പോൾ പോലും 2 തട്ടിലായിരുന്നു പന്തളം കൊട്ടാരം. അല്ലേ? അന്നേ അതേ 2 തട്ടുണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോ. അതൊരു പക്ഷേ ഭഗവാന്റെ ശാപമായിരിക്കും ആ 2 തട്ടായിട്ട് പോയത്.
പന്തളം രാജാവിന് ഇദ്ദേഹത്തെ രാജാവാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിനിടയ്ക്ക് മറ്റേ കഥകളിൽ പറയുന്ന ആ കുഞ്ഞ് ജനിച്ചു. അപ്പം ഇദ്ദേഹത്തിന് ഇതിനോടൊന്നും, കാരണം ഉള്ളിൽ കിടക്കുന്നത് മൊത്തവും തൻ്റെ ചോര അവിടെയാണ്, അച്ഛന അവിടെ, അമ്മ അവിടെ. അപ്പം ഇങ്ങനൊരു അയ്യപ്പനെ സംബന്ധിച്ച്, ആര്യൻ കേരളനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരിൽ പോയി, കൈലാസത്തിൽ പോയി ആയുധാഭ്യാസ കലകളും മറ്റ് ആയോധന കലകളും ഒക്കെ പഠിച്ച് അദ്ദേഹത്തിന് ഒരു പുലിയെ വരുക്കുക എന്ന് പറഞ്ഞാൽ പാടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരിൽ ഒരാളാണ് പുലിപ്പാണി സിദ്ധൻ. ഈ പുലിപ്പാണി സിദ്ധൻ സഞ്ചരിച്ചിരുന്നത് പോലും പുലിപ്പുറത്താണെന്ന് പറയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ഒരാൾക്ക് ഒരു പുലിയെ മെരുക്കാൻ പാടുള്ള കാര്യമാണ്. ഇപ്പോൾ പുലിപ്പുറത്ത് എങ്ങനെ വന്നു, പുലിപ്പാൽ എങ്ങനെ വന്നു എന്നുള്ളത് ഇതിനകത്തൊക്കെ ഒരു വലിയ ഭാവന, ഒരു വലിയ കലാകാരൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ഭാവന കിടപ്പുണ്ട്. ആ ഭാവന ശബരിമലയിൽ ഉണ്ടാക്കിയ മാറ്റം അതിഭീകരമായ തെറ്റായ കഥകളുടെ പ്രചരണമാണ്. ഒരുപാട് ആചാരങ്ങളെ, സത്യസന്ധമായ ആചാരങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ മാത്രമാണ് ആ ഭാവനയിലൂടെ. അത് ബുദ്ധിയുള്ള ചില ആളുകൾ ഒരുപക്ഷെ ഒരു നൂറ്റാണ്ടിന് മുന്നേ കരുതി കൂട്ടി മാറ്റി വെച്ചതാകിക്കൂടെ? അത് രോഹിതിൻ്റെ ബുദ്ധി, അല്ലെങ്കിൽ കേൾക്കുന്ന പ്രേക്ഷകന്റെ യുക്തി. പ്രേക്ഷകന്റെ ബുദ്ധി എന്നല്ല, പ്രേക്ഷകന്റെ യുക്തി. എൻ്റെ ചോദ്യത്തെ പിടിച്ചില്ല. അല്ല, അത് പറയാൻ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് പരിമിതിയുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയും? ഇതിനകത്ത് അങ്ങ് ഇത് കൃത്യമായ ഗ്രന്ഥങ്ങളിലൂടെ, കേട്ട കഥകളിലൂടെ, അല്ലെങ്കിൽ അങ്ങയുടെ തിരിച്ചറിവുകളിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയാണ് ഭഗവാൻ അവിടെ അങ്ങനെ. എനിക്ക് ഈ കഥയിലെ തുടക്കത്തിൽ ഒരു സംശയമുണ്ട്, ഞാൻ ഇടയ്ക്ക് കയറി പറയല്ല. പറഞ്ഞോ. ശബരിമലയിലെ ആരാധനാമൂർത്തിയായിരുന്ന ശാസ്താവിന് പൂജ ചെയ്യുന്ന ആളുടെ മകൻ ജയേന്ദ്രൻ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ബ്രാഹ്മണ സങ്കല്പമാണ് ആദ്യം ചിന്തിച്ചത്. പോകെയാണ് എന്റെ മനസ്സിലതായിരുന്നു. ഒരുപക്ഷെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് എന്നെ പോലെ ചിന്തിക്കുന്നവർക്ക് തോന്നിയിട്ടുണ്ടാകാം. ഇടയ്ക്ക് അങ്ങ് അത് ക്ലാരിഫൈ ചെയ്തു. ഗോത്ര വിഭാഗമാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, കേരളത്തിൻ്റെ ആരാധനാ സമ്പ്രദായം ശാസ്താവും കാളിയും ഗോത്ര വിഭാഗത്തിൻ്റെ, അതായത് നമ്മളങ്ങോട്ട് സംഘകാലം തൊട്ടേ ചിന്തിച്ചു. ഭദ്രകാളി എന്ന് പറഞ്ഞാൽ കൊട്രേവി, യുദ്ധദേവത എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. യുദ്ധദേവത എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബാഹുബലി കണ്ട പോലെ, അല്ലെന്നുണ്ടെങ്കിൽ അനുഷ്ഠാന ദേവത. ഇപ്പം എന്താ പറയുക, ഒരു കൃഷിക്കാരന് ഞാൻ ആദ്യം ഇത് പറഞ്ഞു തോന്നുന്നു, ആ കൃഷിക്കാരന് ആദ്യം കിട്ടുന്ന വിളവെടുപ്പ് ആ ഭഗവതിക്കുള്ളതാണ്. അല്ലെ, എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വകർമ്മ സമുദായത്തിലാണ്. നമ്മൾ ഒരു പണിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പണി ചെയ്യുന്നതിന് മുമ്പാണ് ആ ഭഗവതിയെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഒരു അടിസ്ഥാന ദേവത ഭദ്രകാളി സങ്കല്പം അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ദേവതയെ ആരാധിക്കുന്നത് ഞാനായിട്ടാണ്. ഇന്നാണ് ആരാധനാ സങ്കല്പങ്ങൾ ആഗമ സമ്പ്രദായത്തിലേക്ക് മാറിയത്. അതിനു മുമ്പ് ആരാധന എന്ന് പറഞ്ഞാൽ രോഹിതിൻ്റെ ദേവതയെ ആരാധിക്കുന്ന രോഹിതാണ്, എൻ്റെ ദേവതയെ ആരാധിക്കുന്ന ഞാനാണ്. അപ്പോൾ അന്ന് ആ കാലഘട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ആരാധനാ സമ്പ്രദായത്തിന് അന്ന് ഈ പറയുന്ന വ്യവസ്ഥകളൊന്നുമില്ലായിരുന്നു. നമ്മളുടെയൊക്കെ മനസ്സിൽ അയ്യപ്പൻ ഒരു പയ്യനാണ്. ശരിക്കും അയ്യപ്പൻ ഈ യുദ്ധം കഴിഞ്ഞ് എല്ലാവരെയും കീഴടക്കി ഈ കണ്ടുകെട്ടിയതെല്ലാം തിരിച്ച് പന്തളത്തിലേക്ക് കൊടുത്തു വിട്ടിട്ട് അദ്ദേഹം പിന്നീട് പോകുന്നത് ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനാണ്. ഈ 16 വയസ്സെന്ന കൗമാരക്കാരിൽ നിന്ന് ഒരു യുവാവിലേക്ക് അദ്ദേഹം വളർന്നിട്ടുണ്ടാകാം. കാരണം ഒരുപാട് യാത്രകൾ, ഈ വളർന്നിട്ടുണ്ടാകാം എന്നുള്ളതല്ല, വളർന്നു. പന്തളം കൊട്ടാരത്തിന്റെ സഹായത്തോടു കൂടി ഈ ക്ഷേത്രം പുനർനിർമ്മിച്ച് അവിടെ ഒരു പടിത്തരം, അവിടെ ഒരു പടിത്തരം എന്നല്ല, ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണ് അദ്ദേഹം. അതിന് നമുക്ക് അദ്ദേഹം വളർന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊടുത്തുവിടുന്ന തിരുവാഭരണത്തിൽ, അതുപോലെ തന്നെ മണിമണ്ഡപത്തിലേക്ക് കൊടുത്തുവിടുന്ന തിടമ്പിൽ. ഇത് രണ്ടിലും ഭഗവാന്റെ മുഖമുണ്ട്. ഈ രണ്ട് മുഖവും കൊമ്പം മീശയോടുകൂടിയ മുഖമാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹം 16 വയസ്സുള്ള യുവാവെന്നാണ്. അദ്ദേഹം ഒരു പൗരുഷമുള്ള ഒരു യോദ്ധാവോ അല്ലെങ്കിൽ ഗാംഭീര്യമുള്ള ഒരു യോദ്ധാവാണ്. കൊമ്പമീശ സൂചിപ്പിക്കുന്ന അതല്ലേ. അങ്ങനെയുള്ളൊരു യോദ്ധാവായിരുന്നു അയ്യൻ, ആ ആര്യൻ കേരളൻ. അദ്ദേഹത്തിൻ്റെ ജന്മ ഉദ്ദേശം അല്ലെ അദ്ദേഹത്തിൻ്റെ നിയോഗം പൂർത്തീകരിച്ച് ശബരിമലയിൽ കൃത്യമായൊരു സമ്പ്രദായം ഉണ്ടാക്കി വെച്ച് അത് ചിട്ടപ്പെടുത്തി എഴുതി തരമാക്കിയ സാധനമാണ് നായാട്ടുവിളി.